Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ഡെറിവേഷൻ അല്ലെ ഡെറിവേഷൻ ട്രീ, പാസ് ട്രീ, ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ. എന്താണ് ഒരു ഡെറിവേഷൻ? ഡെറിവേഷൻ ഈസ് എ സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ്. ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ റൂളിന്റെ സീക്വൻസ് ആണ്. എങ്ങനെയാണ് ആ പ്രൊഡക്ഷൻ റൂൾ വരുന്നത്, അതിന്റെ സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്, ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്തുന്നത് എങ്ങനെയാണ്, അത് എത്തിച്ചേരുന്ന സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്, ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദി ഇൻപുട്ട് സ്ട്രിങ് ത്രൂ ദീസ് പ്രൊഡക്ഷൻ റൂൾ. ഓക്കെ, ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമുക്ക് ഈ പ്രൊഡക്ഷൻ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൽ എങ്ങനെയാണ് എത്തുന്നത്, അതിനുവേണ്ടി ഏതൊക്കെ പ്രൊഡക്ഷൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്, ആ സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്, ഡെറിവേഷൻ. ഡ്യൂറിങ് പാസിംഗ് വി ഹാവ് ടു ടേക്ക് 2 ഡിസിഷൻസ്. പാസിങ്ങിന്റെ സമയത്ത് നമ്മൾ 2 ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അത് ഏതൊക്കെയാണ് എടുക്കുന്നത്? വി ഹാവ് ടു ക്രിയേറ്റ് ദ നോൺ ടെർമിനൽ വിച്ച് ഈസ് ടു ബി റീപ്ലേസ്ഡ്. നമ്മൾ ഡിസൈഡ് ചെയ്യും ഏത് നോൺ ടെർമിനൽ ആണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നിൽ കൂടുതൽ നോൺ ടെർമിനൽ വരുവാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഇത് ഒരു റൂളാണ്. ഓക്കെ, അപ്പോൾ ഈ പാസിങ്ങിന്റെ സമയത്ത് എടുക്കുന്നത് നമ്മൾ 2 റൂളിൻ്റെ അകത്ത് ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ഏതാണ് നോൺ ടെർമിനൽ റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞെങ്കിൽ വി ഹാവ് ടു ഡിസൈഡ് ദ പ്രൊഡക്ഷൻ റൂൾ ബൈ വിച്ച് the non-terminal will be replaced. Okay, we have to decide the production rule. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ റൂൾ ഉണ്ടെങ്കിൽ ആ നോൺ ടെർമിനലിന് പകരം ഏതാണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഈ 2 റൂളാണ് എന്താണ് പാസിങ്ങിന്റെ സമയത്ത് ഫോളോ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ്, നോൺ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ ഏത് നോൺ ടെർമിനലാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ, പിന്നെ ഒരു നോൺ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ ഒരു റീപ്ലേസ് ചെയ്യാനല്ലോ, അപ്പോൾ ഏത് പ്രൊഡക്ഷൻ റൂളാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ. ഈ 2 ഡിസിഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം അതിന് മുമ്പെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ നോൺ ടെർമിനലിനെ ഡിസൈഡ് ചെയ്യണമെന്ന് പറയും. ഏത് നോൺ ടെർമിനലാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മൾ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, സെക്കൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. 2 ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡെറിവേഷൻ യൂസ് ചെയ്യുന്നത് ഏത് നോൺ ടെർമിനലാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും യൂസ് ചെയ്യുന്നത്. എന്താണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ? ഇൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ദ ഇൻപുട്ട് ഈസ് സ്കാൻഡ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യും, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അത് സ്കാൻ ചെയ്യും. അപ്പം ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടായിരിക്കും, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടായിരിക്കും സ്കാൻ ചെയ്യുന്നത്. ആൻഡ് റീപ്ലേസ് വിത്ത് ദ പ്രൊഡക്ഷൻ റൂൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് പ്രൊഡക്ഷൻ റൂളിൻ്റെ അകത്തുനിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ട് സ്കാൻ ചെയ്യുക, ആ സ്കാൻ ചെയ്യുമ്പോൾ എവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം നമുക്ക് പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വി റീഡ് ദ ഇൻപുട്ട് സ്ട്രിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ അകത്ത് ഈ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും. പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്ന് തന്നെ ആയിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇതിനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, in the leftmost derivation, input is scanned and replaced with the production rule from left to right. Okay, ഇൻപുട്ടിനെ സ്കാൻ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ റൂളിൻ്റെ എവിടെ നിന്നാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ലെഫ്റ്റ് മോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻപുട്ടിനെ എവിടെ നിന്ന് റീഡ് ചെയ്യണം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്യണം. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ. ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ഇ, ഇ ഇംപ്ലൈസ് ഇ മൈനസ് ഇ, ഇ ഇംപ്ലൈസ് എ ഓർ ബി. ഇൻപുട്ട് തന്നേക്കുന്നത് എ മൈനസ് ബി പ്ലസ് എ എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്കാൻ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പം ലെഫ്റ്റ് മോസ്റ്റ് ആണ്, നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇ ഇംപ്ലൈസ് ഇ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ എണ്ണത്തിന് നമ്മൾ എടുത്തു.
ഓക്കെ, അപ്പോൾ ആദ്യം ഈ പ്ലസ് ആണ്, ഈ ആദ്യത്തെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക, ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തു, ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ഇ. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിൻ്റെ അകത്ത് ആദ്യം വന്നിരിക്കുന്നത് പ്ലസ് ആണോ അല്ല മൈനസ് ആണോ വന്നിരിക്കുന്നത്, അല്ലേ? ആദ്യം വന്നിരിക്കുന്നത് മൈനസ് ആണ്, എ മൈനസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റിന്ന് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഈ ഇയെ വേണം നമ്മൾ ആദ്യം റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഇയെ മാറ്റിയിട്ട് എന്താക്കണം, ഇ മൈനസ് ഇ എന്നാക്കുക. ഇക്ക് ഇക്വലൻ്റ് ആയിട്ട് എന്തുണ്ട്, ഇ മൈനസ് ഇ ഉണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ഇയെ മാറ്റിയിട്ട് ഇ മൈനസ് ഇ എന്നാക്കുക. ലെഫ്റ്റിന്ന് വേണം റീപ്ലേസ് ചെയ്യാൻ. നെക്സ്റ്റ് ഇനി എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്, ഇത് ഈ ഒരു ഇക്വേഷൻ ഇനിയും ഇക്ക് പകരം ഇ ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം അടുത്ത നോൺ ടെർമിനലാണ് റീപ്ലേസ് ചെയ്യുന്നത്, ടെർമിനൽ ഒരിക്കലും റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പം ആദ്യം കിടക്കുന്ന ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനൽ ഇ ആണ്. അപ്പം ഇക്ക് ഇക്വലൻ്റ് ആയിട്ട് ഏത് കൊടുത്താൽ ഈ ഇൻപുട്ടിന് മാച്ച് ആകുമെന്ന് നോക്കുക, എ കൊടുക്കണം. അപ്പം എ എന്നുള്ളത് കൊടുത്തു. അടുത്ത ഏതാണ്, മൈനസ് ആണ്, മൈനസിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ബാക്കി അതുപോലെ എഴുതി. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഇ ആണ്, ഇ എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻപുട്ടിന് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് ഡെറിവേഷൻ യൂസ് ചെയ്യണം, ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യണം, അല്ലേ? ഇ ഇംപ്ലൈസ് ബി എന്നുള്ളത് അപ്ലൈ ചെയ്യണം. അപ്പം ഇയെ മാറ്റിയിട്ട് എന്താക്കുക, ബി ആക്കുക. അടുത്തത് ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്, അപ്പം പ്രശ്നം. ഓക്കെ, അടുത്തത് ഇനി ഇ ആയിരുന്നു ഇവിടെ കിടന്നത്, അതിനെ എന്താക്കി മാറ്റണം, നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇയെ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കണം, സ്മോൾ എ ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു. അതുപോലെ തന്നെ ഇൻപുട്ടും സ്കാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയും. ഇനി റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. In rightmost derivation, input is scanned and replaced with the production rule from right to left. ഓക്കെ, ഇൻപുട്ടിനെ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, എന്നിട്ട് അതിന് റീപ്ലേസ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, പ്രൊഡക്ഷൻ റൂളിൻ്റെ അകത്ത് റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ വേണം റീപ്ലേസ് ചെയ്യാൻ. ഓക്കെ, സോ ഇൻ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വി റീഡ് ദി ഇൻപുട്ട് സ്ട്രിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ എവിടെ നിന്ന് റീഡ് ചെയ്യണം, റൈറ്റ് ടു ലെഫ്റ്റിൽ വേണം നമ്മൾ റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, റൈറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്. പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്, ഇൻപുട്ടും റീഡ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ മൈനസ് ഇ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ലെഫ്റ്റിൽ നിന്നാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ഇയെ മാറ്റിയിട്ട് എന്ത് വരണം, ഇ പ്ലസ് ഇന്ന് കൊടുക്കും വേണം. കാരണം ഇവിടെ പ്ലസ് എന്ന് പറയുന്ന സിമ്പിളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് എന്നാക്കി കിട്ടേണ്ടത് കൊണ്ട് ഈ മൈനസ് ഇയെ റീപ്ലേസ് ചെയ്ത് ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. അടുത്തതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഇയെ ആണ്, ലെഫ്റ്റിൽ നിന്നാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ഇയെ എന്താക്കി മാറ്റണം, ഇവിടെ ഈക്വലന്റ് എ ആണ് കിടക്കുന്നത്. അപ്പം ഇയെ എന്താക്കി മാറ്റണം, എ. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യണം. അടുത്തത് പ്ലസിന് കുഴപ്പമൊന്നുമില്ല, അതുപോലെ എഴുതി. അടുത്തത് വരുന്ന ഇ ആണ്, ആ ഇയെ എന്താക്കി മാറ്റണം, ബി ആയിട്ടായിരുന്നു വരേണ്ടത്. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ബി ആക്കി കൺവേർട്ട് ചെയ്തു. മൈനസിന് അങ്ങനെ തന്നെ ഇരിക്കും. അടുത്ത ഇ ആണ് വരുന്നത്, ആ ഇ എന്താക്കി മാറ്റുക, എ ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇക്വലന്റ് കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണം. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റിൽ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണം. നെക്സ്റ്റ് ഇതാണ് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിള്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഡിറൈവ് ദ സ്ട്രിംഗ് എ എ ബി ബി എ ബി ബി എ for leftmost derivation and rightmost derivation using a context-free grammar given by S implies A B or B A, A implies A or AS or B A A, B implies B or BS or A B B. ഇതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എസ്സിൽ നിന്ന് സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ നിന്ന് എടുത്തു. അപ്പം എസ്സിൽ നിന്നാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എടുത്തു. നമ്മുടെ ഇൻപുട്ട് നോക്കുക. ഇപ്പം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ലെഫ്റ്റിൽ കിടക്കുന്ന ഏതാണ്, എ ആണ്.
അപ്പോൾ എസ്സിന് സ്റ്റാർട്ടിങ് എ വരുന്ന ഏതുണ്ടെന്ന് നോക്കുക. ഈ ഒരു ഇക്വേഷനാണ് സ്റ്റാർട്ടിങ് എ വരുന്നത്. അപ്പോൾ എസ്സിനെ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണം? എ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എസ്സിൻ്റെ പ്ലേസിൽ എ ബി എന്ന് പറഞ്ഞ് എഴുതുക. ഇനി ലെഫ്റ്റിന് വേണം റീപ്ലേസ് ചെയ്യാൻ. അപ്പം നോൺ ടെർമിനൽ ലെഫ്റ്റിൽ കിടക്കുന്ന ആദ്യത്തെ നോൺ ടെർമിനൽ എടുക്കുക. അപ്പം ഇത് കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്ന നോൺ ടെർമിനൽ ക്യാപിറ്റൽ ബി ആണ്. ക്യാപിറ്റൽ ബി എടുക്കുക. അപ്പോൾ ആ ക്യാപിറ്റൽ ബിയുടെ പ്രൊഡക്ഷൻ എടുക്കണം. അപ്പം നമുക്ക് എന്താ എ കഴിഞ്ഞിട്ട് അടുത്ത സിമ്പിൾ എ ആ കിടക്കുന്നത്. അടുത്ത എ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എ ബി ബി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ബിക്ക് പകരം എന്ത് ചെയ്യണം? എ ബി ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ബിക്ക് പകരം എ ബി ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് കിടക്കുന്ന അപ്പം ആ ബി എടുക്കുക. ആ ബി എടുക്കുമ്പോഴത്തേന് ബി ആണ് നമുക്ക് നെക്സ്റ്റ് ക്യാപിറ്റൽ ബി ആ വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് സെക്കൻഡ് സിമ്പിൾ ബി ആണ്, തേർഡ് സിമ്പിൾ ബി ആണ് കിടക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് എടുക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് ഒന്ന് ഇതിന് ബി എടുക്കാം, അല്ലെങ്കിൽ ബി എസ് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമ്മൾ ബി വേണമെങ്കിൽ ഇട്ട് നോക്കുക കിട്ടുന്നുണ്ടോയെന്നറിയാൻ. ആദ്യം ബി ഇട്ടു. ഓക്കെ, ബി ഇട്ടു. അപ്പം അടുത്തത് ഈ ബിക്ക് പകരമാണ് ഈ ബി ഇവിടെ വന്നത്. നെക്സ്റ്റ് ബി ആണ് നോൺ ടെർമിനലിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വരേണ്ടത് ഏതാണ്? ഇതിൻ്റെ അകത്തുനിന്ന് ഫോർത്ത് സിമ്പിളാണ് ഇനി അടുത്ത് എടുക്കേണ്ടത്. അത് ബി ആണ്. അപ്പം ബിയിൽ മാത്രം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഇനി ഇപ്പം സ്ട്രിങ് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ബിയിൽ ഇവിടെ കിടക്കുന്നത്. ഒന്നുകിൽ ബി എടുക്കാം, അല്ലെങ്കിൽ ബി എസ് എടുക്കാം. അപ്പം നമ്മൾ ബി എടുക്കാൻ പാടില്ല, കാരണം ഇനിയും സ്ട്രിങ് ബാലൻസ് കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തെടുക്കണം? ബി എസ് ചൂസ് ചെയ്യാം. അപ്പം ഈ എക്ക് പകരം ബി എസ് എന്ന് ചൂസ് ചെയ്തു. അടുത്തത് എസ് ആണ് ഇവിടെ കിടക്കുന്നത്. എസ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് അടുത്ത സിമ്പിൾ ഏതാന്ന് നോക്കുക. ഇവിടെ എ ആണ്. എസിൻ്റെ അകത്ത് എ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ തുടങ്ങുന്ന ഏതാന്ന് നോക്കുക? എ ബി. അപ്പം ഈ എസിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കുക? എ ബി ആക്കി എടുക്കുക. നെക്സ്റ്റ് നോൺ ടെർമിനൽ ബി എടുത്തു. ഓക്കെ, ബി ആണ് നമ്മൾ എടുക്കുന്നത്. ആ ബി എടുത്തു. അപ്പം ഇനി അടുത്ത ഏത് സിമ്പിളാണ് കിടക്കുന്നത്? ബി ആണ് കിടക്കുന്നത്. അപ്പോൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബിക്ക് അകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബി ഉണ്ട്, ബി എസും ഉണ്ട്. ബി മാത്രമാണെങ്കിൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അവിടെ ഏതെടുക്കണം? ബി എസ് എടുക്കണം. അപ്പോൾ ബി എസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത നോൺ ടേമിൽ എസ് ആണ് വരുന്നത്. ഓക്കെ, എസിൻ്റെ അവിടെ ഈ ഒരു പ്രൊഡക്ഷനാണ് വരുന്നത്. അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പം നമുക്കിവിടെ കിടക്കുന്ന ഇവിടെ വരെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇനി ഏതാണ് വരേണ്ടത്? ബി ആണ് വരേണ്ടത്. ഓക്കെ, ബി ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ? എസിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കണം? ബി എ എന്നാക്കണം. അപ്പോൾ എസിനെ റീപ്ലേസ് ചെയ്തിട്ട് ബി എ ആക്കി. ഓക്കെ, ബി എന്ന് വന്നു. ഇനി അടുത്ത എ ആണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഈ എയുടെ പ്രൊഡക്ഷൻ എടുത്തു. ഇവിടെ ഏത് സ്ട്രിങ് ആണ് അവസാനം വന്നത്? എ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, എയും ഉണ്ട് എ എസും ഉണ്ട്. പക്ഷെ നമ്മൾ ഏതെടുക്കണം? ഇവിടെ സ്ട്രിങ്ങിൻ്റെ എൻഡായി, അതുകൊണ്ട് ഏതെടുത്താൽ മതി? എ എടുത്താൽ മതി. ഇനിയും സ്ട്രിങ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എ എസ് എടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ സ്ട്രിങ് ഇവിടെ ഇൻപുട്ട് നമ്മൾ തീർന്നു. അതുകൊണ്ട് എന്തെടുക്കാം? എ മാത്രമേ ഉള്ളൂ. അതിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഇനി റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അപ്പം നമ്മുടെ ഇതാണ് തന്നിരിക്കുന്ന ഇൻപുട്ട്. അപ്പം എന്ത് ചെയ്യണം? എസ് ഇവിടെ വന്നു. എസ് ആണ് നമ്മുടെ ഇൻപുട്ട് എടുത്തു. നമുക്ക് കിട്ടേണ്ടത് എ ബി. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. എ ബി ബി എ ബി ബി എ ആണ് ഇൻപുട്ട് സ്ട്രിങ്. അപ്പോൾ ആദ്യം എ വരണമെന്നുണ്ടെങ്കിൽ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണം? എ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഏതാണ്? എ ആണ് നമുക്ക് കിട്ടേണ്ടത്. എ ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ബി എ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ബിക്ക് അവിടെ എ വരുന്ന ഏതാ? എ ബി ബി ആണ്. എ ബി ബി നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റിൽ നിന്ന് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ എൻ ടി എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടത്. അപ്പോൾ അടുത്ത ഏതാ എടുക്കേണ്ടത്? ബി ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ബി ആണ് നമുക്ക് എടുക്കുന്നത്. അപ്പം ബി എടുത്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ അവസാനം ഏതാ വന്നിരിക്കുന്നത്? എ ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഇൻപുട്ടും റൈറ്റ് ടു ലെഫ്റ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ബി ആണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ബി ആയതുകൊണ്ട് ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട്? ബി 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 ഉണ്ട്, ബി എസ് ഉണ്ട്, എ ബി ബി ഉണ്ട്. ഓക്കെ, അപ്പം ബി എ റീപ്ലേസ് ചെയ്തിട്ട് ഏതാക്കി മാറ്റണം? നമുക്ക് വേണ്ടത് ഇതുണ്ട്, ബി എ എന്നാണ്. ലാസ്റ്റ് ബി എ എന്നാണ് വരേണ്ടത്. അപ്പം ബി വരണമെന്നുണ്ടെങ്കിൽ ഏത് സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കേണ്ടത്? ബി എസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കേണ്ടത്. ബി എസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു.
ഇനി അടുത്തത് എസ് ആണ് കിടക്കുന്നത്. എസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? എസ് ആണ് കിടക്കുന്നത്. നമുക്ക് എസിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, എ ബിയും ഉണ്ട് ബി എയും ഉണ്ട്. നമുക്കിവിടെ എന്ത് കൊടുക്കാം? എസിന് പകരം ബി എ. ഇവിടെ ബി ആണ് വന്നിരിക്കുന്നത് കേട്ടോ, ഇവിടെ വന്നിട്ടുണ്ട് ബി എന്ന്. അപ്പം ബി എ ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പം ബി എ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എ എന്താക്കി റീപ്ലേസ് ചെയ്യാം? എ ആക്കി റീപ്ലേസ് ചെയ്യാം. ഇനി അടുത്തത് ഇതിപ്പോൾ ഇവിടം വരെ നമുക്ക് മാച്ചിങ് ആയിട്ട് വന്നു കണ്ടോ, ഇവിടം വരെ നമുക്ക് മാച്ചിങ് ആയിട്ട് വന്നു കണ്ടോ. ഇനി അടുത്ത് ബി ആണ് നമുക്ക് കിടക്കേണ്ടത്. അപ്പം ബി ആണെങ്കിൽ ബിയുടെ ഏതെടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും? ബിയുടെ ഏതെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും? ഇവിടെ ബി ഇംപ്ലൈസ്, ഓക്കെ, ഇത് ബി എ വെച്ചിട്ട് വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ബി എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ബി എസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ബി എസ്, ഓക്കെ, ബി എസ്. നമുക്കിവിടെ ഇൻപുട്ടിനകത്ത് ബിയും എസും ഇവിടെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബി എസ് ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ വരേണ്ടത്? എസിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. എസിനെ എന്താക്കി റീപ്ലേസ് ചെയ്യാം? എ ആക്കി റീപ്ലേസ് ചെയ്യാം. എ എന്താക്കി റീപ്ലേസ് ചെയ്യാം? എ ആക്കി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്കത്. ലെഫ്റ്റിൻ്റെ അകത്തുനിന്ന് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണം. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ റൈറ്റിൽ നിന്ന് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാനായിട്ട്. നിങ്ങളിത് എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആദ്യം നമ്മൾ എടുത്തത് എസ് ആയിരുന്നു. ആ എസ് എടുത്തു. പിന്നെന്താ എടുത്തത്? നമ്മുടെ ഇൻപുട്ട് നോക്കണം. ഇൻപുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? എസ് ആണ്, എസ് എടുത്തു. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇവിടെ എ ആയിട്ട് ഇതെടുക്കുക, ഇത് റിമൈനിങ് ഇത്രയത്തിനെയും വേറെ ആയിട്ട് എടുക്കുക. അപ്പം എസ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? എ എന്നും വരുന്ന സ്റ്റാർട്ടിങ് വരുന്ന ഏതാണെന്ന് നോക്കുക. എസിൻ്റെ അത് എ ബി, അതിനെ എന്താക്കി എ ക്യാപിറ്റൽ ബി ആക്കി കൺവേർട്ട് ചെയ്തു. ലെഫ്റ്റിൽ നിന്നാണ് ഇത് പോകേണ്ടത്, ലെഫ്റ്റിൽ നിന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബിക്കകത്താണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ ബിക്കകത്ത് എടുക്കുമ്പോൾ നമുക്കുള്ളത് ബി ഉണ്ട്, ബി എസ് ഉണ്ട്, എ ബി ബി ഉണ്ട്. ബി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ്, അത് എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ പറ്റുന്ന ബി എസ് പറ്റുമോ? ബി എസ് പറ്റത്തില്ല. പിന്നെ ഏതാ? 1 എ ബി ബി. എ ബി ബി എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം, ഇത് രണ്ട് എ ഓൾറെഡി ഉണ്ട്. അടുത്ത എ എടുക്കുക, ബാക്കി ഇതിനെ നമ്മൾ ബി ബി ആക്കി കൺവേർട്ട് ചെയ്തു. എ, ഓക്കെ, ബി ബി. ബി എ മാറ്റി എ ബി ബി എന്നാക്കി. ഓൾറെഡി ഒരു എ അവിടെ കിടപ്പുണ്ട്. ഇതുണ്ട്, ഈ എ ഇവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് ആണ്. അപ്പം ഈ ബി എ വേണം നമുക്ക് മാറ്റാൻ. ഈ ബി എ മാറ്റണം. ഈ ബി എ മാറ്റുമ്പോഴത്തേന് എന്താക്കി വേണം നമുക്ക് ഈ കിട്ടണം. ലാസ്റ്റിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ഇൻപുട്ട് കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ബി എ മാറ്റണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കിപ്പോൾ ഇടയ്ക്ക് വേറെ ഇവിടെ സ്ട്രിങ് വരുന്നുണ്ട്. അപ്പം അവസാനത്തെ വേണേലും ഇത് വേണേലും നമുക്ക് എടുത്തു നോക്കാം. ബി എ എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. ബി എ എന്ന് പറഞ്ഞാൽ ബി എസ് എന്നുള്ളത് നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, എ എ ബി ബി എസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനിയും എന്ത് ചെയ്യണം? എസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. എസിനെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, ബി എ എന്നുള്ളതാക്കി മാറ്റാം. എ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ അടുത്ത് എ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എ ബി 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 എ എന്ന് കൊടുക്കാം. എ എന്തായിട്ട് കൊടുക്കാം? എ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇപ്പം ബിക്ക് പകരം ബി എസ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ബിക്ക് പകരം അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 00101 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇതിന്റെ ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും എഴുതണം. അപ്പം ഇവിടെ എസ് ആണ് തന്നിരിക്കുന്നത്. എസിനെ എന്ത് ചെയ്യാം? 1
A1B എന്ന് ഒറ്റ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളു. അപ്പോൾ കൊടുത്തു. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് 0 എന്നാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ എക്ക് എന്ത് കൊടുക്കണം? ഈ 0 വരുന്ന ഈ ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പോൾ 0A1B എന്ന് വന്നു. ഇനി ഇവിടെ കിടക്കുന്ന നോൺ ടെർമിനൽ എ ആണ്. അപ്പോൾ എക്കകത്ത് എന്ത് ചെയ്യണം? അടുത്ത 0 ആണ് കിടക്കുന്നത്. അപ്പം ഏത് കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും? ഇത് കൊടുക്കണം. അപ്പം 0A എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടം വരെയായി. ഇനി നമുക്ക് എക്ക് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാം? ഒന്നുകിൽ 0A എന്ന് വരാം, അല്ലെ എപ്സിലോൺ എന്ന് പറയാം. 0A ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. 0A വരുമോ? 3 0 ആണെങ്കിൽ ആ 0A വരത്തുള്ളൂ. ഈ കേസിൽ എന്ത് കൊടുക്കുക? എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എംപ്റ്റി സ്ട്രിങ്, അപ്പോൾ ഒന്നും അവിടെ വരില്ല. പിന്നെ 1B എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ബിക്കകത്താണ് നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരേണ്ടത്. അപ്പം ബിക്ക് കറസ്പോണ്ടിംഗ്ലി എന്താണ് വരുന്നത് നോക്കുക. അപ്പം 0B 1B എപ്സിലോൺ ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്ത് വേണം? 0B ആണ് കൊടുക്കേണ്ടത്. അപ്പം 0B കൊടുത്തു. ഇനി ബി എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് 1 ആണ് വരേണ്ടത്. അപ്പം ബിയെ 1B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് ബി എന്ന് പറയുന്നതിനകത്ത് എന്ത് കൊടുക്കുക? എപ്സിലോൺ കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. റൈറ്റ് മോസ്റ്റ് ആയി കഴിയുമ്പം എസിനെ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരെണ്ണേ ഉള്ളൂ, അത് അതേപടി A1B. ഇനിയും നെക്സ്റ്റ് എന്താ? നമുക്ക് ലാസ്റ്റിലത്തെ ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ ബിയെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? 0B ആക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 0B. ബിയെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ 1B ആക്കി കൺവേർട്ട് ചെയ്യണം. കണ്ടോ? ഇവിടെ ഇത്രയുമായി. ഇനി ബിയെ എന്താക്കുക? എപ്സിലോൺ ആക്കുക. ഇനി എ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എ ആണ് പിന്നെ എടുക്കേണ്ടത്. അപ്പോൾ എ എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? എ എന്താക്കി കൺവേർട്ട് ചെയ്യണം? 0A ആക്കി കൺവേർട്ട് ചെയ്യണം. ഈ 0A എന്താക്കണം? എന്താക്കണം? 0A എന്ന് പിന്നെ വരണം. എ എന്താക്കണം? എപ്സിലോൺ ആക്കണം. ഇങ്ങനെയാണ് ഇത് കൺവേർട്ട്. ഇനി എന്താണ് ഒരു ഡെറിവേഷൻ ട്രീ? Derivation tree is a graphical representation for the derivation of the given product rule for a quantitative grammar. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഡെറിവേഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് എന്ത് പറയുന്നത്? ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഡെറിവേഷൻ ട്രീ is a graphical representation for the derivation. Okay, it is a simple way to show how to derive derivation can be done to obtain some string from a given set of production rule. നമുക്കൊരു സിമ്പിൾ വേയിൽ നമുക്ക് കാണിക്കാൻ പറ്റും എങ്ങനെയാണ്, ഏതൊക്കെ പ്രൊഡക്ഷൻ റൂൾ ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ ചെയ്തെടുത്തത്, ആ ഇൻപുട്ടിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും സിമ്പിൾ വേയിൽ ഡെറിവേഷൻ ട്രീ ഉപയോഗിച്ച്. ഡെറിവേഷൻ ട്രീയെ നമ്മൾ എന്തും പറയും? പാസ് ട്രീ എന്നും പറയും. Okay, derivation tree is also known as pass tree. Okay, ഈ ഒരു പാസ് ട്രീക്കകത്ത് കുറച്ച് പ്രസിഡൻസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് പ്രസിഡൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഇതുണ്ട്, ഡീപ്പസ്റ്റ് സബ് ട്രീ ട്രാവേഴ്സ് ഫസ്റ്റ്. ഏറ്റവും താഴെ കിടക്കുന്ന ഡീപ്പസ്റ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും ആദ്യം ട്രാവേഴ്സ് ചെയ്യുന്നത്. Okay, so the operator in the parent node has less precedence over the operator on the substrate. അതായത് ഏറ്റവും പ്രെഡിസസർ കൂടുതലുള്ള ഏതാണോ അത് വേണം ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് വരാനായിട്ട്. നമ്മൾ വരയ്ക്കുമ്പം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും പ്രസിഡൻസ് കൂടുതലുള്ളത് ഏതാണോ അത് വേണം ഏത് വരാനായിട്ട്? ഏറ്റവും ഡീപ്പസ്റ്റ് വരാൻ. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ അത് പ്ലസും മൈനസും സ്റ്റാറും വന്നാൽ പ്രസിഡൻസ് കൂടുതലുള്ള ഏതിനാണ്? സ്റ്റാർ ആണ്. അപ്പോൾ സ്റ്റാർ ആയിരിക്കും എന്ത് വേണ്ടത്? ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് കിടക്കേണ്ടത്. ഓക്കെ, പാസ് ട്രീക്കകത്ത് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റൂട്ട് നോഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? സ്റ്റാർട്ടിങ് സിമ്പിൾ ആയിരിക്കണം. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഗ്രാമറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു VTPS ആണുള്ളത്. സ്റ്റാർട്ടിങ് സിമ്പിൾ ഉണ്ട്. ആ സ്റ്റാർട്ടിങ് സിമ്പിൾ ആയിരിക്കണം എപ്പോഴും എന്ത്? റൂട്ടിൽ. ഡെറിവേഷൻ ഈസ് റീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡെറിവേഷൻ എവിടെ നിന്ന് വേണം റീഡ് ചെയ്യാനായിട്ട്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണം റീഡ് ചെയ്യാൻ. ദ ലെഫ്റ്റ് നോഡ് ഈസ് ലെഫ്റ്റിൽ ലീഫ് നോഡ് എന്ന് പറയുന്ന എപ്പോഴും ടെർമിനൽ ആയിരിക്കും. ഇന്റീരിയർ നോഡ്സ്, അതായത് ഇന്റീരിയർ നോഡ്സ് ഉള്ളിലുള്ള നോഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ടെർമിനൽ ആയിരിക്കും. ഇതാണ് ഒരു പാസ് ട്രീയുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. റൂട്ട് നോഡ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഡെറിവേഷൻ റീഡ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ലീഫ് നോഡ് ഓൾവേസ് അറ്റ് ദ ടെർമിനൽ നോഡ്. ഇന്റീരിയർ നോഡ്സ് ഉള്ളിലുള്ള നോഡ്സ് എപ്പോഴും എന്തായിരിക്കണം?
നോൺ ടെർമിനൽ ആയിരിക്കണം. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി വേണം ഡെറിവേഷൻ ട്രീ അല്ലെ പാസ് ട്രീ വരയ്ക്കാനായിട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ നമ്മൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, എ ഇൻറ്റു ബി പ്ലസ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്റ്റെപ്പ് 1ൻ്റെ അകത്ത് നമ്മൾ പറയും ഈ ആദ്യത്തെ എക്സ്പ്രഷൻ എടുക്കുവാന്ന് വിചാരിക്കുക. ആദ്യത്തെ പ്രൊഡക്ഷൻ റൂൾ എടുത്തു, ഇ ഈക്വൽ ടു ഇ പ്ലസ് സി. അപ്പം ഇ എഴുതി, ഇ പ്ലസ് ഇ എഴുതി. ഇതാണ് സ്റ്റെപ്പ് 1ൻ്റെ അകത്ത് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റാർട്ടിങ് സിമ്പിൾ വെച്ച് തുടങ്ങി. അടുത്ത റൂളിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് ആദ്യം സ്റ്റാർ ആണ് വേണ്ടത്. കണ്ടോ, പ്ലസ് അല്ല നമ്മുടെ ഓപ്പറേറ്റർ, സ്റ്റാർ ആണ്. അപ്പം സ്റ്റാറിനാണ് കൂടുതൽ പ്രസിഡൻസ് ഉള്ളത്. അപ്പം എന്ത് ചെയ്യണം, ഇത് വേണം ഇവിടെ എഴുതാൻ, ഇ സ്റ്റാർ ഇ. അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ എഴുതുമ്പം പ്രസിഡൻസ് ഏതാണോ കൂടുതലുള്ള ആ പ്രസിഡൻസ് കൂടുതലുള്ളത് വേണം ഡെപ്തിൽ വരാൻ. കണ്ടോ, ഏറ്റവും ഡെപ്തിൽ വരുന്നത് പ്രസിഡൻസ് കൂടുതലുള്ളതാണ്. ഈ ഇക്വേഷൻ്റെ അകത്ത് പ്രസിഡൻസ് കൂടുതലുള്ള സ്റ്റാറിനാണ്. അപ്പം അതുകൊണ്ടാണ് പ്ലസും സ്റ്റാറും നോക്കുമ്പം സ്റ്റാറിനാണ് പ്രസിഡൻസ് കൂടുതൽ, അതുകൊണ്ട് അതായിരിക്കും ഡീപ്പസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. നെക്സ്റ്റ് എന്ത് വേണം, നമ്മുടെ ഇൻപുട്ടിലാണ് എത്തേണ്ടത്. അപ്പം ഈ പ്ലസും ഇവിടെ ഇൻറ്റും പ്ലസും വന്നു. ഇനി ഈ ഇയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, ഈ കെ എന്ന് കൊടുക്കുക. അടുത്ത ഏതാണ്, ബി എന്നുള്ള സിമ്പിളാണ് ഇക്ക് വരേണ്ടത്. ഇക്ക് നെക്സ്റ്റ് ബി എന്നുള്ള സിമ്പിൾ കൊടുത്തു. നെക്സ്റ്റ് ഇക്ക് എന്ത് വേണം, സി എന്നുള്ള സിമ്പിളാണ് വരേണ്ടത്. കേട്ടോ, നെക്സ്റ്റ് സിക്ക് ഇക്ക് സി എന്നുള്ള സിമ്പിൾ കൊടുത്തു. ഇതാണ് ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാസ് ട്രീ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ഡെറിവേഷൻ ട്രീ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് തന്നിരിക്കുന്ന കോൺടെക്സ്റ്റ് ഗ്രാമർ. എസ് ഇംപ്ലൈസ് ബി എസ് ബി ഓർ എ ഓർ ബി. ഇൻപുട്ട് ബി ബി എ ബി ബി ആണ് തന്നിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാസ് ട്രീ ആണ് വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ എസ്സിൽ നിന്ന് സ്റ്റാർട്ടിങ് സിമ്പിളിൽ തുടങ്ങി. ഇവിടെ 3 പ്രൊഡക്ഷൻ ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഏത് എടുക്കുന്നത്, ഇതാണ് എടുക്കുന്നത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഇത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എയോ ബിയോ എടുത്താൽ പറ്റില്ല. ഇപ്പം ബി എസ് ബി എടുത്തു. ഇപ്പം ബി എസ് ബി എടുത്തു. ഇനിയും എസിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, ഈ എസിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബിയും കിട്ടി, ആദ്യത്തെ ബിയും അവസാനത്തെ ബിയും കിട്ടി. ഇനി ഏതാണ്, 2 ബി ആ വരേണ്ടത്. അപ്പം എസിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരണം, ബി എസ് ബി എന്ന് വരണം. എസിനെ റീപ്ലേസ് ചെയ്തിട്ട് ബി എസ് ബി എന്ന് കൊടുക്കുക. എസിനെ റീപ്ലേസ് ചെയ്തിട്ടോ എ എന്ന് പറഞ്ഞ് കൊടുക്കുക. എസിനെ റീപ്ലേസ് ചെയ്തിട്ട് എ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ. നെക്സ്റ്റ് ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ഇതിൻ്റെ നമുക്ക് ഡെറിവേഷൻ ട്രീ അല്ലെ പാസ് ട്രീ വരയ്ക്കണം. അപ്പം എസ് ഇംപ്ലൈസ് എ ബി ഓർ ബി എ ഇംപ്ലൈസ് എ ഓർ എ എസ് ഓർ എ ബി ബി, ബി ഇംപ്ലൈസ് ബി ഓർ ബി എസ് ഓർ എ ബി ബി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് എ ബി ബി എ ബി ബി എ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് സിമ്പിളിൽ നിന്ന് തുടങ്ങി. ആദ്യത്തെ ഏതാണ്, എ ആണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് എന്ത് വരണം, എ ബി എന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട് അല്ലേ. എ ബി എന്നുള്ളത് എടുത്തു. ഇനി അടുത്ത ബി എ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ബി എ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടുത്തെ സിമ്പിൾ നോക്കുക, അടുത്ത സിമ്പിൾ എ ആണ്. അപ്പം എ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് എടുക്കണം, എ ബി ബി എടുക്കണം. ഓക്കെ, എ ബി ബി ചൂസ് ചെയ്തു. നെക്സ്റ്റ് ബി ആണ് എടുക്കേണ്ടത്. ബി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരേണ്ടത് ബി ആണ് കിടക്കുന്നത്. അപ്പം ബി എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം, ബിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നോക്കുക, ഏതാ, ബി എസ്. ബി എ റീപ്ലേസ് ചെയ്തിട്ട് ബി എസ് ആക്കി മാറ്റി. ഇനി നമ്മൾ നോക്കേണ്ടത് എസ് ആണ്. എസ് ഇംപ്ലൈസ് എന്താ വരുന്നുണ്ട്, എസ് ആണ് കിടക്കുന്നത്. എസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കണം. ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയാണ് കിടക്കുന്നത്. അപ്പം ഇനി ബി ആയിട്ടാണ് മാറ്റേണ്ടത്. എസിനെ ബി ആയിട്ട് ആദ്യം വരണമെങ്കിൽ ബി എ ആണ് കൊടുക്കേണ്ടത്. അപ്പം ബി എ എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് എ ബി ബി കിട്ടി. ഇവിടം വരെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സിമ്പിൾ എ ആണ്. അപ്പം എ ഇനി ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണം, ഒന്നുകിൽ എ വെച്ചിട്ട് അല്ലെ എ എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എ എന്ന് വരും. ഇനിയും അടുത്തത് ബിയുടെ ആണ് ബാക്കി കിടക്കുന്നത്. ബി വെച്ചെടുക്കാനാണെങ്കിൽ അടുത്ത സിമ്പിൾ ഏതാണ്, ബി ആണ് കിടക്കുന്നത്. അപ്പോൾ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്, എ എസ്, സോറി ബി എസ്. ബി എസ് ആക്കി മാറ്റുക. എസിനെ എന്ത് ചെയ്യണം, എസിൻ്റെ അടുത്ത ഇതിൻ്റെ അടുത്ത സിമ്പിൾ ഏതാണെന്ന് നോക്കുക. അടുത്ത സിമ്പിൾ ബി ആണ്. അപ്പം എസിനെ എന്താക്കണം, ബി എ ആക്കി കൺവേർട്ട് ചെയ്യാം. ലാസ്റ്റ് ഒരു എ എന്ന് പറഞ്ഞ സിമ്പിളേ ഉള്ളൂ. ആ എ മാറ്റി എന്താക്കുക, സ്മോൾ എ ആക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ
ഇത് വരച്ച് നോക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ വരച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എന്താണ് ഡൗട്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പാസ് ട്രീ എങ്ങനെയാണ്, ഒരു ഇൻപുട്ട് തന്നു കഴിഞ്ഞു, ഇൻപുട്ടും കോണ്ടെക്സ്റ്റ് ഗ്രാമർ തന്നാൽ അതിൻ്റെ പാസ് ട്രീ എങ്ങനെ ജനറേറ്റ് ചെയ്യും, ഇത്രയുമാണ് പഠിച്ചത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ഒരു ഇക്വേഷൻ തരും, അതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിരിക്കും ചോദിക്കുക. ഓക്കെ, നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.